Okay, so hello everyone, welcome to yet another session of representation theory. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് മൊഡ്യൂളിന്റെ സെക്കൻഡ് ക്ലാസ് ആണിത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാരക്ടർ റിലേഷൻസ് ഓഫ് ദ ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുന്ന ഒരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ രണ്ട് ക്യാരക്ടേഴ്സ് theta of x, theta dash of x consider ചെയ്യാണ് of an irreducible representation a of x and b of x. അതിന്റെ inner product എന്ന് പറയുന്നത് it depends on the representation. ആ irreducible representation equivalent ആണെങ്കിൽ 1 അല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ റിസൾട്ട് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ഒരുപാട് ചോദിക്കാറുള്ളതാണ്. ഇനി ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ വേറൊരു റിസൾട്ട് ആണ് എയും ബിയും ഇക്വാലന്റ് റെപ്രസെന്റേഷൻസ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് എന്ത് പറയാം? ഇക്വാലന്റ് റെപ്രസെന്റേഷന് സെയിം ക്യാരക്ടർ ആണെന്ന് പറയാം. ഇതും PYQ ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടൊന്നും നിങ്ങൾ നോട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് സിമ്പിൾ ക്യാരക്ടർ, എന്താണ് കോമ്പൗണ്ട് ക്യാരക്ടർ എന്നുള്ളതാണ്. അപ്പൊ എന്താണ് സിമ്പിൾ ക്യാരക്ടർ എന്ന് പറയുന്ന സമയത്ത് ഒരു ഇറിഡ്യൂസിബിൾ റെപ്രസെന്റേഷന്റെ ക്യാരക്ടറിനെയാണ് നമ്മൾ അതിന്റെ സിമ്പിൾ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇനി ഒരു റെഡ്യൂസിബിൾ റെപ്രസെന്റേഷന്റെ ക്യാരക്ടറിനെയാണ് അതിന്റെ കോമ്പൗണ്ട് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഒരു ഇറിഡ്യൂസിബിൾ റെപ്രസെന്റേഷന്റെ ക്യാരക്ടർ എന്താണോ അതിന് സിമ്പിൾ ക്യാരക്ടർ എന്നും, റെഡ്യൂസിബിൾ റെപ്രസെന്റേഷന്റെ ക്യാരക്ടർ എന്താണോ അതിന് കോമ്പൗണ്ട് ക്യാരക്ടർ എന്നും പറയും. ഈ ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എപ്പോഴൊക്കെ നമ്മളൊരു സിമ്പിൾ ക്യാരക്ടർ പറയുന്നു അപ്പോഴൊക്കെ നമ്മൾ അവിടെ ഒരു ഇറിഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതിനെ കുറിച്ച് ആലോചിക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഡർ സ്മോൾ ജി ആണ്. അങ്ങനെയാണെങ്കിൽ ജിയിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക, ഫൈ ഡിഫൈൻ ചെയ്യുക എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫൈ എന്ന് പറയുന്നത് ഫൈ ഓഫ് x1, ഫൈ ഓഫ് x2, എക്സെട്ര ഫൈ ഓഫ് xt ആയിട്ടുള്ള ഒരു ജി ടപ്പിൾ ആയിട്ടാണ് നമ്മൾ ജിയിൽ ഒരു ഗ്രൂപ്പിലെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ക്യാരക്ടേഴ്സ് കിട്ടുകയാണ്. ആ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നതിന് നമ്മൾ θ1, θ2, എക്സെട്ര θs എന്ന് എടുക്കും. അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡിസ്റ്റിങ്ക്ട് സിമ്പിൾ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഡിസ്റ്റിങ്ക്ട് സിമ്പിൾ ക്യാരക്ടേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഇതൊരു റിസൾട്ട് ആണ്. നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഓർഡർ സ്മോൾ ജി എടുത്തു, അതിലൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ആൻഡ് നമ്മൾ ഇനി ഒരു ജി ടേബിളിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മളുടെ കയ്യിൽ ഒരു ഡിസ്റ്റിങ്ക്ട് സിമ്പിൾ ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇപ്പൊ ലീനിയർ ഇൻഡിപെൻഡൻസ് നമുക്ക് കാണിക്കുന്നത് എങ്ങനെയായിരിക്കും? അതിന്റെ ലീനിയർ കോമ്പിനേഷൻ സീറോ ആണെങ്കിൽ ഈ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള CIകളും സീറോ ആയിരിക്കാം. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇന്നർ പ്രോഡക്റ്റ് സിഗ്മ i is equal to 1 to CI theta raised to I theta j equal to 0. ഇനി ഈ സമ്മേഷൻ സീറോ ആയതുകൊണ്ട് തന്നെ ഈ ഇന്നർ പ്രോഡക്റ്റ് നമുക്ക് സീറോ ആണെന്ന് പറയാം. അപ്പോ ഇനി നമുക്ക് ഇന്നർ പ്രോഡക്റ്റിന്റെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുന്ന ലീനിയാരിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് വേരിയബിൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് CIകളെയൊക്കെ പുറത്തെടുക്കാം. ഇൻ എഫക്ട് ഈ ഒരു ഫൈനൈറ്റ് സമ്മിനെ പുറത്തെടുക്കാം. അപ്പൊ നമുക്ക് സിഗ്മ i is equal to 1 to CI ഇന്നർ പ്രോഡക്റ്റ് തീറ്റ raised to I theta j equal to 0 എന്ന് കിട്ടും. അപ്പൊ ഇനി നമുക്ക് ക്യാരക്ടർ റിലേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം, ഈക്വാലന്റ് റെപ്രസെന്റേഷൻസ് ആവുന്ന സമയത്ത് ഇന്നർ പ്രൊഡക്റ്റ് 1ഉം ഇൻഈക്വാലന്റ് ആണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് θ j എന്ന് പറയുന്നത് 1 ആയിരിക്കും, പക്ഷെ ബാക്കിയൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇതിന് നമുക്ക് എന്ത് പറയാം? CJ എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടി. ആൻഡ് ഏതൊരു പെർട്ടിക്കുലർ ജി എടുത്താലും 1 മുതൽ S വരെയുള്ള ഏത് ജി എടുത്താലും ഇത് ഹോൾഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ C1, C2, എക്സെട്ര CS എന്താവും? 0.
C1 C2 എക്സെട്ര CS-ഉം 0 ആവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നമ്മളുടെ ഫൈനൈറ്റ് സമ്മ് 0 ആയതുകൊണ്ട് അതിന്റെ കോഎഫിഷ്യൻസും 0 ആണ്. അതുകൊണ്ട് നമ്മളുടെ ഡിസ്റ്റിങ്ക്ട് സിമ്പിൾ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള C1 C2 എക്സെട്ര CS എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. ഇനി നമ്മൾ ഇവിടെ എസ് എടുത്തത് ആർബിട്രറി ആയിട്ടാണ് എടുത്തത്, പക്ഷെ ഗ്രൂപ്പിന്റെ ഓർഡർ എന്ന് പറയുന്നത് G ആണ്. അപ്പൊ അതായിരിക്കും ഏറ്റവും വലിയ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ്. അതുകൊണ്ട് നമ്മൾ ഈ കൺസിഡർ ചെയ്ത എസ് എന്ന് പറയുന്നത് എപ്പോഴും ജിയേക്കാളും ചെറുതോ ഈക്വലോ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഡർ സ്മോൾ ജി എടുത്തു, അതിന് അറ്റ്മോസ്റ്റ് G ഇൻഈക്വാലന്റ് ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻസ് ഉണ്ട്. അപ്പോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻസ് അതിന്റെ പ്രിസൈസ് നമ്പർ നമുക്കതിന് കുറെ ഉണ്ടെന്ന് അറിയാം. ആ ഒരു പ്രിസൈസ് നമ്പർ 6 ആയിട്ട് എടുത്തു. അപ്പൊ ഈ ഓരോ ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു സിമ്പിൾ ക്യാരക്ടർ ഇട്ടില്ലേ, C1 C2 എക്സെട്ര CR എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് നമ്മളുടെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് സിമ്പിൾ ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മൾ എടുത്തു ഇത് ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷന് കറസ്പോണ്ടിങ് ആയിട്ട്. ആ ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷനെ നമ്മൾ ക്യാപിറ്റൽ F1 ക്യാപിറ്റൽ F2 എക്സെട്ര ക്യാപിറ്റൽ FR ആയിട്ട് എടുത്തു. ആൻഡ് ഇതിന്റെ റെപ്രസെന്റേഷൻ ആകുമ്പോൾ അതിന് ഡിഗ്രി ഉണ്ടാവും അല്ലെ, അതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, അതിന് F1 F2 എക്സെട്ര FR ആയിട്ട് എടുത്തു. ബൈ മാഷ് കേസ് തിയറം നമുക്ക് പറയാം ഏതൊരു ആർബിട്രറി റെപ്രസെന്റേഷൻ എടുക്കുകയാണെങ്കിലും അത് എന്തായിരിക്കും, കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആയിരിക്കും. കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു ഡയഗണൽ മെട്രിക്സ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഡയഗണൽ മെട്രിക്സിന് ഇൻ പെർട്ടിക്കുലർ നമുക്കറിയാം എന്താണ്, ഏതൊരു റെഡ്യൂസിബിൾ റെപ്രസെന്റേഷനും ഇറെഡ്യൂസിബിൾ അത് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ F ഡാഷ് F ഡബിൾ ഡാഷ് ഇത് ഇറെഡ്യൂസിബിൾ ആവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ആർബിട്രറി റെപ്രസെന്റേഷൻ എടുത്താലും അതിന് ഒരു ഇറെഡ്യൂസിബിൾ കോൺസ്റ്റുവൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് ഡിസ്റ്റിങ്ക്ട് ആവണമെന്ന് നിർബന്ധമൊന്നും ഇല്ല, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടും വരാം. ഇനി നമ്മൾ ഈ ആർബിട്രറി റെപ്രസെന്റേഷന്റെ ക്യാരക്ടർ ഫൈന് സിഗ്മ J is equal to 1 to R dj theta raised to J എന്ന ഫോമുല റെപ്രസെന്റ് ചെയ്യാണ്, where dj greater than or equal to 0. ഓക്കെ, ഈ dj എന്താണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇന്നർ പ്രോഡക്റ്റ് 5, theta I കൺസിഡർ ചെയ്തു, which is equal to ഇന്നർ പ്രോഡക്റ്റ് J is equal to 1 to R dj theta J theta I കൺസിഡർ ചെയ്യാം. ഇത് നമ്മൾ എഗെയിൻ ഇന്നർ പ്രോഡക്റ്റിന്റെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫൈനൈറ്റ് സെമ്മിനെ പുറത്തെടുക്കാൻ പറ്റും. സോ സിഗ്മ J is equal to 1 to R dj inner product theta J theta I. Again applying the character relation for the first kind. Inner product theta I എന്ന് പറയുന്നത് 1 ആയിരിക്കും, ബാക്കി എല്ലാം 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് DI എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് 5, theta I ആയിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ I വേരി ചെയ്യുന്നത് 1 to R ആണ്. അപ്പൊ ഇത് നമ്മളുടെ ഫോറിയർ സീരീസ് എക്സ്പാൻഷനുമായിട്ട് ഒരു ഫെമിലിയാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ക്യാരക്ടർ റിലേഷൻ ഫൈന്റെ ഫോറിയർ അനാലിസിസ് അല്ലെങ്കിൽ ഈ റെപ്രസെന്റേഷന്റെ ഫോറിയർ അനാലിസിസ് ആണെന്ന് നമുക്ക് പറയാം. So Fourier analysis of a character, you can define it as phi is equal to sigma I is equal to 1 to R inner product 5, theta I into theta raised to I. ഈ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പിന്റെ ഏത് 2 റെപ്രസെന്റേഷൻ എടുത്താലും അത് ഇക്വാലന്റ് ആണെങ്കിൽ അതിന് സെയിം ക്യാരക്ടർ ആയിരിക്കും. നമ്മൾ ക്ലാസ്സിന്റെ തുടക്കത്തിൽ അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് നമുക്ക് ഇക്വാലന്റ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ ക്യാരക്ടർ സെയിം ആയിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ക്യാരക്ടറിന്റെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 1 ആണ് എന്നാണ് കാണിക്കുന്നത്.
നമ്മൾ ഓൾറെഡി ഇതിന്റെ പ്രൂഫ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് സെയിം ക്യാരക്ടർ ഉള്ള രണ്ട് റെപ്രസെന്റേഷൻസ് എടുക്കാം. ആ രണ്ട് റെപ്രസെന്റേഷൻ ഇക്വാലന്റ് ആണോ എന്ന് നമ്മൾ നോക്കുക. അപ്പൊ നമ്മൾ രണ്ട് റെപ്രസെന്റേഷൻസ് എടുത്തു, ഇയും ബിയും ഓഫ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ഓവർ ദ കോംപ്ലക്സ് പി. അതിന്റെ ക്യാരക്ടേഴ്സിന് ഫൈയും സീറ്റ ആയിട്ട് എടുത്തു. ഇനി സീറ്റ1 സീറ്റ2 എക്സെട്ര സീറ്റ ആർ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് സിമ്പിൾ ക്യാരക്ടേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ആണ്. അപ്പൊ നമുക്ക് ഏത് റെപ്രസെന്റേഷൻ പറയണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കൊരു സിമ്പിൾ ക്യാരക്ടർ, ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻസ് പറയാൻ പറ്റും. അപ്പൊ ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ പറയാൻ പറ്റുമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയി സിമ്പിൾ ക്യാരക്ടർ പറയാൻ പറ്റും. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു ക്യാരക്ടറിന് ഈ സിമ്പിൾ ക്യാരക്ടേഴ്സിന്റെ കോമ്പിനേഷൻസ് ആയിട്ട് എഴുതാം എന്നുള്ളത് പഠിച്ചു. ഇനി നമ്മളിവിടെ അസ്യൂം ചെയ്യാണ് ഫൈ ഓഫ് എക്സും സീറ്റ ഓഫ് എക്സും എന്താണ്? ഈക്വൽ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുന്ന സമയത്ത് ഡി ഐ എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് ഫൈ കോമ സീറ്റ ഐ ആണ്. ഇ ഐ എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് സൈ കോമ കൈ ഐ. ഫോർ ഐ ഇസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര ആർ. So di equal to ei for I is equal to 1 2 3 etc. R. കാരണം ഫൈയും സൈയും ഈക്വൽ ആയതുകൊണ്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി ഐകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഡി ഐയും ഈക്വലും ഇ ഐയും ഈക്വൽ ആയതുകൊണ്ട് ഈ റെപ്രസെന്റേഷൻ ഇക്വാലന്റ് ആണെന്ന് നമുക്ക് എങ്ങനെയാ പറയാം? ഡി ഐ ഇ ഐ എന്ന് പറയുന്നത് it is equivalent to the same diagonal array of irreducible constants. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇക്വാലന്റ് ആയിരിക്കും എന്ന് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറയുന്നത് നമുക്കിപ്പോ ഒരു ക്യാരക്ടറിനെ കുറിച്ച്, ഒരു റെപ്രസെന്റേഷനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് അതിന്റെ ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാക്കിയാലും മതി. ക്യാരക്ടർ തന്നെ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്ന ഒരു റിസൾട്ട് ഇന്നർ പ്രോഡക്റ്റ് ഫൈ കോമ സീറ്റ, നമ്മൾ ഫൈ കോമ സൈ, ഈ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 ടു ആർ ഡി ജെ ഇ ജെ ആണ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ രണ്ട് റെപ്രസെന്റേഷൻ എടുത്തു, അതിന്റെ ക്യാരക്ടേഴ്സ് ആണ് ഫൈയും സൈയും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിന്റെ കോഎഫിഷ്യൻസ് ആണ് ഡി ജെയും ഇ ജെ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഇത് ഇന്നർ പ്രോഡക്റ്റ് ഫൈ കോമ സൈ എന്ന് പറയുന്നത് സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 ടു ആർ ഡി ജെ ഇ ജെ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇതെങ്ങനെ പ്രൂവ് ചെയ്യുക? ഇന്നർ പ്രോഡക്റ്റിന്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുക. ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ്, inner product phi comma psi equal to 1 by g into sigma x element of g phi of x psi of x inverse. ഇനി നമ്മളുടെ phi of x എന്തായിരുന്നു? phi of x equal to sigma I is equal to 1 to r di theta raised to I and psi of x equal to sigma j is equal to 1 to r ഇ ജെ സീറ്റ ജെ. അപ്പൊ ആ ഒരു ഡെഫിനേഷൻ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സീറ്റ ഐ ഓഫ് എക്സും ഉണ്ട്, സീറ്റ ജെ ഓഫ് എക്സും ഉണ്ട്. ഇതില് എക്സിനനുസരിച്ചാണ് മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് ഇതൊരു ഫൈനൈറ്റ് സം ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒന്നിങ്ങനെ റീഅറേഞ്ച് ചെയ്യാം. ഡി ഐ ഇ ജെ സീറ്റ ഐ ഓഫ് എക്സ് ഇൻറ്റു സീറ്റ ജെ ഓഫ് എക്സ് ഇൻവേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സീറ്റ ഐ ഓഫ് എക്സ് സീറ്റ ജെ ഓഫ് എക്സ് ഇൻവേഴ്സ് പിന്നെ 1 by g ഇൻറ്റു സിഗ്മ എക്സ് എലമെന്റ് ഓഫ് ജി, ഇത് ഇത്രയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഇന്നർ പ്രോഡക്റ്റ് സീറ്റ ഐ സീറ്റ ജെ എന്ന് പറയുന്നത് 1 by g ഇൻറ്റു സിഗ്മ എക്സ് എലമെന്റ് ഓഫ് ജി theta I of x into theta j of x, j of x inverse ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു
സമ്മേഷന് പകരം നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് സീറ്റ ഐ സീറ്റ ജെ ആയിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഈ ഒരു റിലേഷൻ ഇന്നർ പ്രോഡക്റ്റ് സീറ്റ ഐ സീറ്റ ജിയുടെ പ്രത്യേകത എന്താണ്? അഗെയിൻ അപ്ലൈങ് ദ ക്യാരക്ടർ റിലേഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം നമുക്ക് പറയാം ഈ ഐയും ജിയും ഈക്വൽ ആവുന്ന പോയിന്റ്സിൽ, ഓക്കെ, ഐയും ജിയും ഈക്വൽ ആവുന്ന പോയിന്റ്സിൽ മാത്രമാണ് ഇതിന്റെ ഇന്നർ പ്രോഡക്റ്റ് 1 ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എഴുതാം സിഗ്മ ജി ഈസ് ഈക്വൽ ടു 1 ടു ആർ ഡി ജി ഇ ജെ എന്ന രീതിയിൽ എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മൾ എടുക്കുന്ന റെപ്രസെന്റേഷൻസ് ഇക്വാലന്റ് ആണ്, സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതിന് സെയിം ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഇന്നർ പ്രോഡക്റ്റ് 5,5 ഈക്വൽ ടു സിഗ്മ ജി ഈസ് ഈക്വൽ ടു 1 ടു ആർ ഡി ജി സ്ക്വയർ എന്ന് നമുക്ക് പറയാം. അടുത്ത ഒരു പ്രപ്പോസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രപ്പോസിഷൻ ആണ്. ഇതിന്റെ പ്രൂഫിനേക്കാളും ഈ റിസൾട്ട് ആണ് ഇമ്പോർട്ടന്റ്. ഒരു റെപ്രസെന്റേഷന്റെ ക്യാരക്ടർ 5 ഇറെഡ്യൂസിബിൾ ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇന്നർ പ്രോഡക്റ്റ് 5,5 ഈക്വൽ ടു 1 എന്നുള്ളതാണ്. അപ്പോൾ ഒരു റെപ്രസെന്റേഷന്റെ ക്യാരക്ടർ ഇറെഡ്യൂസിബിൾ ആണെങ്കിൽ നമുക്ക് ഏതൊരു ക്യാരക്ടർ എടുത്താലും നമുക്ക് അതിനെ ഇന്നർ പ്രോഡക്റ്റ് 5,5 സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 ടു ആർ ഇ ജെ സ്ക്വയർ എന്ന് എഴുതും. വേർ 5 ഈസ് ഈക്വൽ ടു സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 ടു ആർ ഇ ജെ സൈ ജെ എന്ന് എഴുതും. ഈ റെപ്രസെന്റേഷൻ ഇറെഡ്യൂസിബിൾ ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ അൺറിപ്പീറ്റഡ് ഇറെഡ്യൂസിബിൾ കോൺസ്റ്റന്റ്. If and only if it consists of a single unrepeated irreducible constant. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ ആയിരിക്കും കിട്ടുക ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇന്നർ പ്രോഡക്റ്റ് 5,5 ഈക്വൽ ടു 1. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു S3യുടെ ഒരു റെപ്രസെന്റേഷൻ ഡി കൺസിഡർ ചെയ്യാണ്. നമുക്ക് തന്നിട്ടുണ്ട് ഇത് ഇതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് ഇറെഡ്യൂസിബിൾ ആണെന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ ഒരു റെപ്രസെന്റേഷൻ ഇറെഡ്യൂസിബിൾ ആണെന്ന് കാണിക്കാൻ നമുക്ക് ഇപ്പൊ അറിയാം അതിന്റെ ക്യാരക്ടർ കണ്ടുപിടിക്കാം. ഇന്നർ പ്രോഡക്റ്റ് 5,5 ഈക്വൽ ടു 1 എന്ന് കാണിച്ചാൽ മതി. അപ്പോ ഇന്നർ പ്രോഡക്റ്റ് 5,5 എന്ന് പറയുന്ന സമയത്ത് അതെന്തായിരിക്കും? 1 by g into sigma x element of g phi of x into phi of x inverse എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഓരോ എലമെന്റ്സിന്റെ ട്രേസും അതേപോലെ തന്നെ അതിന്റെ ഇൻവേഴ്സിന്റെ ട്രേസും വേണം. അപ്പൊ S3 എടുക്കുന്ന സമയത്ത് ഇപ്പോ എ ബി സി ഇത് മൂന്നും ഒരു കോൺജുഗസി ക്ലാസ്സിലായിരിക്കും. 1 ഉണ്ട്, അതിന്റെ ട്രേസ് 2. എ ബി സി ഇത് ഒരേ കോൺജുഗസി ക്ലാസ്സിലാണ്, അതിന്റെ ട്രേസ് നമുക്ക് 0 ആയിട്ട് കിട്ടും. ഇയും എഫും ഒരേ കോൺജുഗസി ക്ലാസ്സിലാണ്, അപ്പൊ അതിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ട്രേസ് എന്ന് പറയുന്നത് സെയിം -1 ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി അതിന്റെ ഇൻവേഴ്സുകളുടെ ട്രേസുകൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് സെയിം കോൺജുഗസി ക്ലാസ്സിലുണ്ടാവും. അപ്പൊ അതിന്റെ ക്യാരക്ടേഴ്സും ഈ എലമെന്റ്സിന്റെ ക്യാരക്ടേഴ്സും ഒക്കെ സെയിം ആയിരിക്കും. ഇത്രയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇന്നർ പ്രോഡക്റ്റ് 5,5 ഈക്വൽ ടു 1 by g into sigma x element of S3 phi of x into phi of x inverse എന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ phi of 1 by g എന്ന് പറയുമ്പോൾ S3യിൽ 3 ഫാക്ടോറിയൽ എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ആകുമ്പോൾ phi of a into phi of a inverse അങ്ങനെ ഓരോ ടേമും വരും. അപ്പൊ നമുക്ക് ഇവിടെ 2 into 2 4 plus -1 into -1 1 plus -1 into -1 1. So 4 plus 1 plus 1 which is equal to 6. 6 by 6 1. ഇത്രയാണ് ഉള്ളത്. ഇനി നമ്മൾ എന്താണ് ഗ്രൂപ്പ് ആൾജിബ്ര എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇതുവരെ ഉള്ളത് നമ്മൾ നന്നായിട്ടൊന്ന് നോക്കാം. ഗ്രൂപ്പ് ആൾജിബ്ര നമുക്ക് അറിയുന്ന കൺസെപ്റ്റ് തന്നെയാണ്, പക്ഷെ
നമുക്കത് കുറച്ചു എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് വെക്ടർ സ്പേസുമായിട്ട് ഓൾജിബ്രയിലെ കൺസെപ്റ്റ്സിനെ എങ്ങനെ ക്ലബ് ചെയ്യാം എന്നുള്ളതും മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ഓൾജിബ്ര എന്നുള്ള ടോപ്പിക്കാണ്. അപ്പൊ ഈ ടോപ്പിക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ഒരു അണ്ടർലൈൻ ഫീൽഡ് കെ ഉണ്ട്. ആ കെയിനെ നമ്മളിവിടെ കോംപ്ലക്സ് നമ്പർ ആയിട്ടാണ് എടുക്കുന്നത്. ഗ്രൂപ്പിന് ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണ്. അപ്പൊ x1 x2 എക്സെട്ര xd എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ആണ്. ഫൈനൈറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കതിന് എലമെന്റ്സ് ഉണ്ടാവും. നമ്മളിവിടെ ജിനെ ഒരു വെക്ടർ സ്പേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ജി സി എടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു x1 x2 എക്സെട്ര xd. വെക്ടർ സ്പേസ് എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ടാവും? ബേസിസ് ഉണ്ടാവും. ആ ബേസിസ് വെക്ടേഴ്സിന് നമ്മൾ x1 x2 എക്സെട്ര xd ആയിട്ട് എടുത്തു. അപ്പൊ ജി സി ഡിനോട്ട് ചെയ്യുന്ന ഒന്നുമില്ല. ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, സി എന്ന് പറയുന്ന അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീൽഡ് ജി ഓവർ കെ. അപ്പൊ ഇതിലൊരു ടിപ്പിക്കൽ എലമെന്റ് എടുക്കുന്ന സമയത്ത് ഈ ബേസിസ് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. ഇനി നമ്മളിതിൽ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനായിട്ട് പോവാണ്. നമ്മളിപ്പോ ഗ്രൂപ്പ്, റിങ്, വെക്ടർ സ്പേസ് എന്നൊക്കെ പറയുന്ന പോലെ ഗ്രൂപ്പ് ഓൾജിബ്ര എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാനായിട്ട്, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ നമ്മൾക്ക് വേണ്ട സെറ്റ് റെഡിയായി. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യാം. നമ്മളിവിടെ സമ്മ് ഡിഫൈൻ ചെയ്യുന്നത് ഇതൊരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് ബേസിസ് വെക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ സമ്മിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസിന്റെ സമ്മായിട്ട് ഡിഫൈൻ ചെയ്യാം. ഈ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആൽഫ ഈക്വൽ ടു ബീറ്റ ആയിരിക്കും. കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ സം എന്ന് പറയുന്ന സമയത്ത് ബിന്റെ എക്സൈന്റെ കോഎഫിഷ്യൻസും ഡബ്ല്യൂല് വരുന്ന എക്സൈന്റെ കോഎഫിഷ്യൻസും നമ്മൾ ആഡ് ചെയ്യാം. ഇനി ലാംഡ ബി എന്ന് പറയുന്ന സമയത്ത് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to g ലാംഡ ഇൻറ്റു ആൽഫ ഐ എക്സ് ഐ ആൻഡ് 1 into ബി എന്ന് പറയുന്ന ബി ആയിട്ട് ഡിഫൈൻ ചെയ്യും. നമ്മുടെ ബേസിക് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എക്സ് ഐ എക്സ് ടി എന്ന് പറയുന്ന എക്സ് മ്യൂ ഓഫ് ഐ കോമ ജെ. ഈ മ്യൂ ഓഫ് ഐ കോമ ജി എന്ന് പറയുന്നത് 1-ന്റെയും ജിന്റെയും ഇടയിലുള്ള നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഇൻറ്റീജർ, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീജർ ഫംഗ്ഷൻ ആണ്. ഇനി നമ്മൾ ഇതിൽ അതുകൊണ്ട് തന്നെ ഈ മൾട്ടിപ്ലിക്കേഷൻ ജി സിയിൽ ഡിഫൈൻ ചെയ്യുന്നത് ബി ഡബ്ല്യു ഈക്വൽ ടു സിഗ്മ ഐ കോമ ജെ ഈക്വൽ ടു 1 to g ആൽഫ ഐ ബീറ്റ ജെ എക്സ് മ്യൂ ഓഫ് ഐ കോമ ജെ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അപ്പൊ ഈ ജി സി ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ ജി സി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വെക്ടർ സ്പേസ് ആണ്. അണ്ടർ അഡീഷൻ അതൊരു അബീലിയൻ ഗ്രൂപ്പ് ആണ്. അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് വേണ്ട കണ്ടീഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജി സിന് നമുക്ക് എന്ത് പറയാം? ഇസ് എ ഓൾജിബ്ര ഓഫ് ജി ഓവർ സി. ജി സി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ ഗ്രൂപ്പ് ഓൾജിബ്ര ഓഫ് ജി ഓവർ സി ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ അതിനർത്ഥം നിങ്ങൾ ജി സിനെ എന്ത് ചെയ്യുക? ഗ്രൂപ്പിലുള്ള ഒരു എലമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ തന്നെ ഉണ്ടാവും? ജി സിയിൽ തന്നെ ഉണ്ടാവും. ആൻഡ് അതുകൊണ്ട് തന്നെ ജി സി എന്ന് പറയുന്നത് ഇസ് എ ജി മൊഡ്യൂൾ ഓഫ് ഡിഗ്രി ജി ഓവർ സി. ഇപ്പൊ എന്തിനാണ് നമ്മൾ ഗ്രൂപ്പ് ഓൾജിബ്രയെ കുറിച്ച് പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓൾജിബ്ര എന്ന് പറയുന്നത് ഒരു ജി മൊഡ്യൂൾ ആണ് എന്ന് പറയാനായിട്ടാണ് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ജി മൊഡ്യൂൾ ആണ് നമ്മൾ ഇപ്പൊ ഡിഫൈൻ ചെയ്ത് ഗ്രൂപ്പ് ഓൾജിബ്ര എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു നാച്ചുറൽ ബേസിസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ x1 x2 എക്സെട്ര xd ഇൻറ്റു എക്സ് ഇറ്റ്സ് ഈക്വൽ ടു നമ്മൾ ലെഫ്റ്റ് സൈഡ് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം ഈ കറസ്പോണ്ടിങ് ബേസിസ് എലമെന്റ്സിന്റെ. അപ്പൊ നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് ആക്ഷൻ x1 x, x2 x, എക്സെട്ര xd x ആയിരിക്കും ഇതിന്റെ ബേസിസ് എലമെന്റ്സ്. ഇനി ജി സി എന്ന് പറയുന്നത് ഒരു ജി മൊഡ്യൂൾ ആണ്. അതിനൊരു റൈറ്റ് റെഗുലർ റെപ്രസെന്റേഷൻ ഓഫ് ജി ഉണ്ട്. നമ്മൾ ആർ ഓഫ് എക്സ് ഈക്വൽ ടു ആർ ഐ ജെ ഓഫ് എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എക്സ് ഐ എക്സ് എന്ന് പറഞ്ഞ സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to g ആർ ഐ ജെ ഓഫ് എക്സ് എക്സ് ടി ആയിട്ട് ഡിഫൈൻ ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു
ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്ത് നിന്ന് വരാറുണ്ട്. ഇനി നമ്മൾ എക്സ് എന്ന് പറയുന്നത് എക്സസ് ആയിട്ട് ഡിഫൈൻ ചെയ്തു. അപ്പൊ എക്സ് ഐ എക്സസ് എന്ന് പറയുന്നത് സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to g r I j of എക്സസ് എക്സ് ടി. ഇതിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ നമുക്ക് ഈ ഒരു മൾട്ടിപ്ലിക്കേഷന് എക്സ് മ്യൂ ഓഫ് ഐ കൊമ എസ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ആർ ഐ ജെ ഓഫ് എക്സസ് എന്ന് പറഞ്ഞ ഡെൽറ്റ മ്യൂ ഐ എസ് ജെ ആയിട്ട് ഡിഫൈൻ ചെയ്യും. ഓക്കെ, നമുക്കപ്പോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഒരു ക്ലാരിറ്റി വരണമെന്നില്ല. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നമ്മൾ ആദ്യം ഒരു ക്ലെയിം ഫോർ ഗ്രൂപ്പ് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ആ ഗ്രൂപ്പിന്റെ ഒരു റൈറ്റ് റെഗുലർ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഗ്രൂപ്പിന്റെ പ്രത്യേകത, ഗ്രൂപ്പിന്റെ ഓർഡർ 4 ആൻഡ് എ ബി എന്ന് പറയുന്ന ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ എ സ്ക്വയറും ബി സ്ക്വയറും 1 ആണ് ഐഡന്റിറ്റി എലമെന്റ്. എ ബി ഈക്വൽ ടു ബി എ ആണ്. അപ്പൊ നമ്മള് ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും മെട്രിക്സ് റെപ്രസെന്റേഷൻ വേണം. ഈ മെട്രിക്സ് റെപ്രസെന്റേഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1A എ ബി എന്ന് പറയുന്ന നമ്മുടെ ബേസിസ് എലമെന്റ്സിനെ ഈ ഓരോ എക്സിന്റെ കൂടെ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പൊ 1 into 1 ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഇനി 1 into A ചെയ്യുമ്പോൾ A, അത് ഐഡന്റിറ്റി ആണ്, ഒബ്വിയസ് ആണ്. ഇനി 1 into A ചെയ്യുമ്പോൾ നമുക്ക് A കിട്ടും. A into A ചെയ്യുമ്പോൾ A into A എന്താണ്? A സ്ക്വയർ ആണ്. ഇനി അടുത്തത് B into A. B into A എന്ന് പറയുന്നത് നമുക്ക് എ ബി ആയിട്ട് എഴുതും. ഇനി എ ബി into A എന്ന് പറയുന്നത് A സ്ക്വയർ B ആണ്. A സ്ക്വയർ 1 ആണ്. അതുകൊണ്ട് നമുക്ക് B തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ബേസിസ് എലമെന്റ്സിന് ഓരോ എലമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഈ ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻസ് നമുക്ക് കിട്ടും. ഈ ആർ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് കിട്ടും. അപ്പൊ ആർ ഓഫ് 1 എന്തായിരിക്കും? അതെന്തായാലും ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ഇനി ആർ ഓഫ് എ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ മെട്രിക്സ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: 1 A B A B, പിന്നെ 1 A B A B എന്നുള്ള രീതിയിലാണ്. അപ്പോൾ 1ന്റെ കൂടെ 1 ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 1 ആണ് കിട്ടുന്നത്. സോറി, 1ന്റെ കൂടെ എ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയം 1ന്റെ കൂടെ 1 ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 0, 1ന്റെ കൂടെ എ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എ, അതുകൊണ്ട് ഇവിടെ 1 വന്നു, ബാക്കിയെല്ലാം 0. അതുപോലെ എന്റെ കൂടെ 1 ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് 1 ആണ്. എന്റെ കൂടെ 1 ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 കിട്ടുന്നു. ഓക്കെ, അപ്പൊ എക്ക് 1 കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ കറസ്പോണ്ടിങ് മെട്രിക്സുകൾ എഴുതും. ഇനി ഇതൊരു റെപ്രസെന്റേഷൻ ആണോ എന്നും ചെക്ക് ചെയ്യാനായിട്ട് ആർ ഓഫ് എ ഇൻറ്റു ആർ ഓഫ് ബി ചെയ്യാം. അപ്പൊ ആ പ്രോപ്പർട്ടിയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ഒരു മെട്രിക്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം. നമുക്ക് ഇവിടെ ക്ലെയിം ഫോർ ഗ്രൂപ്പ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത് ഇത് നമ്മളുടെ ബേസിസ് വെക്ടേഴ്സ് ആണ്. ബേസിസ് വെക്ടേഴ്സ് ആണ് 1AB AB എന്നുള്ളത്. അതിന് നമ്മളുടെ ബേസിസിലുള്ള ഓരോ എലമെന്റുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് വാല്യൂസിന് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ മെട്രിക്സ് ഫംഗ്ഷൻ ആയിട്ട് ആർ ഓഫ് 1, ആർ ഓഫ് എ, ആർ ഓഫ് ബി, ആർ ഓഫ് എ ബി ആ രീതിയിൽ ഡിഫൈൻ ചെയ്യും. ഇനി ഇത് ഈ ആർ ഓഫ് എക്സ്, ഓരോ ആർ ഓഫ് എക്സും ഓരോ മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ടാവും? ഒരു ക്യാരക്ടർ റോ ഓഫ് എക്സ് ഉണ്ട്. അപ്പൊ ഈ റോ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സിന്റെ സം ആയിരിക്കും. അപ്പൊ ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഒരു പെർട്ടിക്കുലർ തിയറം ആണ്. ഇത് നിങ്ങൾക്കൊരു 4 മാർക്ക് 6 മാർക്കിനുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കും: ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
ക്വസ്റ്റ്യൻ ഒന്ന് പറയാം. Let rho be the character of the right regular representation of the right regular representation of a finite group G. Of a finite group G. And let theta 1, theta 2, etc. theta r be all the symbol characters of G. Show that rho is equal to sigma J is equal to 1 to R Fj theta J, where Fj equal to theta J of 1. ഇത് നിങ്ങൾക്കൊരു 4 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ പറയുന്ന ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ജി കൺസിഡർ ചെയ്തു. അതിന്റെ ഒരു റൈറ്റ് റെഗുലർ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ ആണ് റോ. അങ്ങനെയാണെങ്കിൽ സീറ്റ 1, സീറ്റ 2 എക്സെട്ര സീറ്റ ആർ അതിന്റെ സിമ്പിൾ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ അതിന്റെ ട്രേസിന്, അതായത് ക്യാരക്ടറിന് നമുക്ക് സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to r എഫ് ഐ സീറ്റ ജെ, വേർ എഫ് ജെ എന്ന് പറയുന്നത് സീറ്റ ജെ ഓഫ് 1 ആയിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ എടുത്തു. അതിന്റെ ക്യാരക്ടറാണ് ആർ ഓഫ് എക്സ്. ഓക്കെ, ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ എടുത്തു. അതിന്റെ ക്യാരക്ടറാണ് റോ ഓഫ് എക്സ്. അതെന്ന് പറയുന്നത് ആ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സം ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ഇതിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സം നമ്മൾ ഇവിടെയൊക്കെ കൺസിഡർ ചെയ്യുന്നത് പെർമിറ്റേഷൻ മെട്രിസസ് ആണ്. ഓക്കെ, അപ്പൊ പെർമിറ്റേഷൻ മെട്രിസസ് ആവുമ്പോൾ തന്നെ നമുക്ക് പറയാം ഈ റോ ഓഫ് എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? എക്സ് ഏതൊക്കെ സിമ്പിൾസിനെ ഫിക്സ് ചെയ്യുന്നു അതാണ് ഈ റോ ഓഫ് എക്സ് എന്ന് പറയുന്നത്. സോ റോ ഓഫ് എക്സ് ഇസ് ദ നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് എക്സ് ഈക്വൽ ടു എക്സ് ഐ. ഇപ്പൊ എക്സ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് ആർ ഐ ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 1 and ri of x equal to 1 for when x is equal to 1. ഇപ്പൊ റോ ഓഫ് 1 എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് കിട്ടി? ജി ആണെന്ന് കിട്ടി. റോ ഓഫ് എക്സ് 0 ആണെന്ന് കിട്ടി. For all x not equal to 1. So the character of R is given by the G tuple. നമുക്ക് ഇതിന്റെ ക്യാരക്ടറിനെ G00 എന്ന് ഡിഫൈൻ ചെയ്യാം. സോ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റോയിനെ സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to r ഇ ഐ സൈ റേസ് ടു ഐ എന്ന് എഴുതാം. ഇത് എന്ത് ചെയ്യാം? നമുക്ക് ഇനി എന്താണ് ഈ ഇ ഐ എന്ന് കണ്ടുപിടിക്കണം. സോ ഇന്നർ പ്രോഡക്റ്റ് റോ കോമ സീറ്റ ഐ കൺസിഡർ ചെയ്യാം. സോ അപ്ലൈങ് ദ ഡെഫിനേഷൻ റോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to g റോ ഓഫ് എക്സ് ജെ into theta I of xj minus 1 ആയിട്ട് ഡിഫൈൻ ചെയ്യാം. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? 1/g into
ഈ ഒരു ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ജി ഇൻറ്റു സീറ്റ ഐ ഓഫ് 1 ആണ്. സോ ജി ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് സീറ്റ ഐ ഓഫ് 1 എന്ന് പറയുന്നത് എഫ് ഐ ആയിട്ട് കിട്ടും. സോ നമ്മളുടെ ഇ ഐ എന്ന് പറയുന്നത് എഫ് റേസ് ടു ഐ ആണ്. സോ റോ ഓഫ് എക്സ് എന്ന് പറയുന്നത് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 ടു ആർ എഫ് ഐ ഇൻറ്റു സൈ റേസ് ടു ഐ. ഇനി ഇതിന് നമുക്ക് ഡയറക്റ്റ് സം ആൻഡ് ക്രോണിക്കൽ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ആർ ഓഫ് എക്സ് സിമിലർ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 ടു ആർ ഡയറക്റ്റ് സം ഐ എഫ് ഐ ക്രോണിക്കൽ പ്രോഡക്റ്റ് എഫ് ഐ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഇതെന്ന് പറയുന്ന ആർ ഓഫ് എക്സിന്റെ ഒരു ഇറഡ്യൂസിബിൾ കോൺസ്റ്റുവന്റ് ആണ്. ഈ രീതിയിൽ എഴുതാൻ പറ്റുന്നതുകൊണ്ട് തന്നെ റോ ഓഫ് 1നെ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 ടു ആർ എഫ് ഐ സ്ക്വയർ ആയിട്ട് കൊടുക്കും. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ജി എന്ന് പറയുന്നത് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 ടു ആർ എഫ് ഐ സ്ക്വയർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മളപ്പോ എന്താണ് ഒരു ഗ്രൂപ്പ് ആൾജിബ്ര എന്ന് ഡിഫൈൻ ചെയ്തു. ഇനി ഈ ഗ്രൂപ്പ് ആൾജിബ്രയിൽ നിന്നും അതിലേക്ക് തന്നെയുള്ള ഹോമോമോർഫിസത്തിന്റെ കളക്ഷന് എൻഡോമോർഫിസം ആൾജിബ്ര എന്ന് വിളിച്ചു. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എന്താണ്, അതിന്റെ സെന്ററിന്റെ ഡയമെൻഷൻ എന്താണെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മളൊരു ലീനിയർ മാപ്പ് തീറ്റ ജി സി ടു ജി സി കൺസിഡർ ചെയ്യാണ്. വി തീറ്റ എക്സ് ഈക്വൽ ടു വി എക്സ് തീറ്റ. ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇമേജ് ഓഫ് 1 അണ്ടർ തീറ്റ എന്ന് പറയുന്നത് ഇസ് ദ എലമെന്റ് പി ഓഫ് ജി സി. വി ഈക്വൽ ടു 1 ആൻഡ് എക്സ് ആർബിട്രറി ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് തീറ്റ എന്ന് കിട്ടും. സോ അപ്ലൈങ് ദിസ് ഫോർമുല നമുക്ക് ഇവിടെ ടി വി ഈക്വൽ ടു വി തീറ്റ വേർ വി എലമെന്റ് ഓഫ് ജി സി ആൻഡ് ടി എലമെന്റ് ഓഫ് ജി സി. ഇനി കോൺവേഴ്സ്ലി നമ്മൾ തീറ്റ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാണ്. ദാറ്റ് ഇസ് വി തീറ്റ ഈക്വൽ ടു ടി വി ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ പ്രൂവ് ദാറ്റ് it sets a 1-1 correspondence between the elements of H and those of G. ഗ്രൂപ്പ് ആൾജിബ്രയിലെ എലമെന്റ്സും അതിന്റെ ഈ ഗ്രൂപ്പ് ആൾജിബ്രയുടെ കളക്ഷൻ, ഗ്രൂപ്പ് ആൾജിബ്രയിൽ നിന്നും അതിലേക്ക് തന്നെയുള്ള ഫങ്ഷൻസിന്റെ കളക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് തമ്മിൽ എന്തുണ്ടാവും, ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടാവും. അപ്പോ ഒരു ഗ്രൂപ്പ് ജി മൊഡ്യൂളിന്റെ ഏതൊരു എൻഡോമോർഫിസും എടുത്താലും അത് it is equivalent to the left multiplication by a fixed element of G's. നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടർ ടേബിൾ ആണ്. അപ്പോൾ എന്താണ് ക്യാരക്ടർ ടേബിൾ എന്ന് നമുക്ക് ആദ്യമായിട്ട് ക്യാരക്ടർ ടേബിൾ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിന്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ആ ഒരു ക്യാരക്ടർ ടേബിളിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇപ്പോൾ നമ്മളൊരു ആളുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ആ ആളെ കുറിച്ചുള്ള എല്ലാ ഐഡിയയും നമുക്ക് അയാളുടെ ഒരു ക്യാരക്ടറിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ ഇവിടെ നമുക്ക് പകരം ഗ്രൂപ്പുകളാണ്. അപ്പൊ ഗ്രൂപ്പിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ക്യാരക്ടർ നമുക്ക് എന്ത് കിട്ടും, ഗ്രൂപ്പിന്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഐഡിയ നമുക്ക് ക്യാരക്ടർ ടേബിളിൽ നിന്ന് കിട്ടും. A character is a constant on each of the conjugacy class.
ഏതൊരു കോൺജുഗസി ക്ലാസ് എടുത്താലും ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. If x element of C alpha, we put theta of x equal to x alpha. ഓക്കെ, അത് നമ്മൾ ഡിനോട്ട് ചെയ്യാണ്. സീറ്റ ഓഫ് എക്സിന് എക്സ് എന്ന് പറയുന്നത് സി ആൽഫ നമ്മുടെ ഓൾജിബ്രയിലെ എലമെന്റ് ആണെങ്കിൽ നമ്മൾ സീറ്റ ഓഫ് എക്സിന് സീറ്റ ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി ഈ സീറ്റ ആൽഫ ഓരോ കോൺജുഗസി ക്ലാസ്സിലുള്ള എലമെന്റ്സിന് നമുക്ക് എച്ച് ആൽഫ, സി ആൽഫ എന്ന് പറയുന്ന ഒരു കോൺജുഗസി ക്ലാസ് ഉണ്ടെങ്കിൽ അതിലുള്ള എലമെന്റിന് നമുക്ക് എച്ച് ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പൊ നമുക്കൊരു കോൺജുഗസി ക്ലാസ്സിലെ എലമെന്റ്സിനെ കുറിച്ച് അറിയാന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? H1 plus H2 plus etc plus HK equal to G. ഗ്രൂപ്പിന്റെ ഓർഡറിന് അതിന്റെ കോൺജുഗസി ക്ലാസിന്റെ എലമെന്റ്സിന്റെ സം ആയിട്ടാണ് നമ്മളുടെ എഴുതുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഐഡന്റിറ്റി സബ് ഗ്രൂപ്പിന് ആ കോൺജുഗസി ഐഡന്റിറ്റി എലമെന്റ് വരുന്ന കോൺജുഗസി ക്ലാസ്സിന് C1 എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ F1 എന്ന് പറയുന്നത് അതിന്റെ ട്രിവിയൽ റെപ്രസെന്റേഷൻ ആയിരിക്കും. അപ്പൊ അതിന് അർത്ഥം എന്താണ്? F1 ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് G. ഇനി നമ്മൾ ഏതൊരു FI എന്ന് പറയുന്ന ഒരു റെപ്രസെന്റേഷൻ എടുത്താലും അതിന്റെ ഡിഗ്രീനെ നമ്മൾ സ്മോൾ FI ആയിട്ട് ഡിനോട്ട് ചെയ്യും. ഈ സ്മോൾ FI എന്ന് പറയുന്നത് സീറ്റ ഐ ഓഫ് 1 ആണ്. എന്താണ്? സീറ്റ ഐ ഓഫ് 1 ആണ് ഫോർ I is equal to 1, 2, 3 etc. K. നമ്മൾ ഈ ക്യാരക്ടർ ടേബിളിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇതൊരു K by K സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഈ സ്ക്വയർ മെട്രിക്സിൽ നമ്മൾ റോസ് ആയിട്ട് എഴുതുന്നത് ക്യാരക്ടേഴ്സ് ആണ്. റോസ് ആയിട്ട് എഴുതുന്നത് ക്യാരക്ടേഴ്സ് ആണ്. കോളംസ് ആയിട്ട് നമ്മൾ എഴുതുന്നത് ഓരോ കോൺജുഗസി ക്ലാസ്സിലും വരുന്ന എലമെന്റ്സ് എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളതൊക്കെയാണ്. ക്യാരക്ടേഴ്സും അതിന്റെ കോൺജുഗസി ക്ലാസ് C1, C2 എക്സെട്ര സി ആൽഫ എക്സെട്ര സിക്ക്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ഓരോ കോൺജുഗസി ക്ലാസ്സിലും എത്ര എലമെന്റ് ഉണ്ട് എന്നുള്ളത്. അതേപോലെ അത് നമ്മൾ പറഞ്ഞു ഓരോ കോൺജുഗസി ക്ലാസ്സിലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സിമ്പിൾ ക്യാരക്ടർ കിട്ടും. ആ ക്യാരക്ടറിന്റെ ഡിഗ്രി എത്രയാണോ അതാണ് നമ്മൾ F1, F2 എക്സെട്ര എഫ് ആൽഫ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, നമുക്കപ്പോ ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളിവിടെ ആദ്യം S3 എന്ന് പറയുന്ന ഗ്രൂപ്പ് കൺസിഡർ ചെയ്തു. അപ്പൊ അതിന്റെ കോൺജുഗസി ക്ലാസ് S3ക്ക് 3 കോൺജുഗസി ക്ലാസ് ആണ് ഉള്ളത്. 3 കോൺജുഗസി ക്ലാസ് ആണ് ഉള്ളത്. ഒന്ന് നമ്മളുടെ ഐഡന്റിറ്റി, പിന്നെ നമ്മളുടെ ഐഡന്റിറ്റി അതിന് C1 എന്ന് വിളിക്കാം. പിന്നെ നമ്മളുടെ 2 എലമെന്റ് സെറ്റ് വരുന്നതാണ് 1, 2, 1, 3, 2, 3. ഇനി 3 ഓർഡർ സൈക്കിൾസ് വരുന്ന 1, 2, 3, 1, 3, 2 എന്ന് പറയുന്ന 3 കോൺജുഗസി ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവും. അപ്പൊ ഇതിന് നമുക്ക് C1, C2, C3 എന്ന് വിളിക്കാം. അപ്പൊ C1ൽ എത്ര എലമെന്റ് ഉണ്ട്? ഒരു എലമെന്റ്. C2ൽ എത്ര എലമെന്റ് ഉണ്ട്? 3 എലമെന്റ്. C3ൽ എത്ര എലമെന്റ് ഉണ്ട്? 2 എലമെന്റ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ക്ലാസ് ഇക്വേഷൻ ഒക്കെ നമുക്ക് എഴുതാം. ക്ലാസ് ഇക്വേഷൻ 1 + 3 + 2 = 6 എന്ന്. ഇനി നമ്മളിവിടെ 3, ഇത് S3 ആയതുകൊണ്ട് 3 റെപ്രസെന്റേഷൻസ് ആണ് എടുക്കുന്നത്. ഒന്ന് ട്രിവിയൽ ക്യാരക്ടർ. ട്രിവിയൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ θ1 of x = 1 for all x element of G. നെക്സ്റ്റ് ഓൾട്ടർനേറ്റിംഗ് ക്യാരക്ടർ ആണ്. അപ്പൊ ഓൾട്ടർനേറ്റിംഗ് ക്യാരക്ടർ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓൾട്ടർനേറ്റിംഗ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ 1 if x is even and -1 if x is odd. ഇനി തേർഡ് വൺ θ3 of x, phi of x ആയിട്ടാണ് ഡിഫൈൻ ചെയ്ത്. where phi of x is the character of the 2-dimensional representation d of x of S3. ഇതിന്റെ കറസ്പോണ്ടിങ് ക്യാരക്ടർ ടേബിൾ നമുക്കൊന്ന് എഴുതാം. നമുക്ക് ആദ്യം അറിയാം ഇതില് ഓരോ കോൺജുഗസി ക്ലാസ്സിലെ എലമെന്റ് നമ്മളുടെ ക്ലാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്
എന്തായിരുന്നു 1 + 3 + 2 ആയിരുന്നു. അപ്പൊ H1 1, H3 H2 3, H3 2 അങ്ങനെയാണ്. ഇനി θ1 θ2 θ3 പിന്നെ അതിന്റെ ഡിഗ്രീസ്. θ1 of 1 എന്ന് പറയുന്നത് 1 ആണ്. θ1 of 3 എന്ന് പറയുന്നത് 1 ആണ്. അതായത് നമ്മൾ ഈ θ1 എന്ന് പറയുന്ന ട്രിവിയൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ എല്ലാ എലമെന്റ്സും 1 ആണ്. ഇനി θ2 കൺസിഡർ ചെയ്യുന്ന സമയത്ത് C1 എന്ന് പറയുന്നത് നമ്മളുടെ ഐഡന്റിറ്റി എലമെന്റ് മാത്രമുള്ളതാണ്. അപ്പൊ ആ കോൺജുഗസി ക്ലാസ് 1, 2 എന്ന് പറയുന്ന ഐഡന്റിറ്റി എലമെന്റ് ഒരു ഈവൻ പെർമിറ്റേഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ 1 ആണ്. ഇനി C2 എന്ന് എടുക്കുന്ന സമയത്ത് നമ്മളുടെ സൈക്കിൾ എന്തായിരുന്നു 1, 2, 2, 3 അങ്ങനെ ഓഡ് സൈക്കിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഓഡ് സൈക്കിൾസ് ആയതുകൊണ്ട് തന്നെ ഓഡ് പെർമിറ്റേഷൻസിന്റെ ക്യാരക്ടർ വാല്യൂ എന്തായിരുന്നു നമ്മൾ ഡിഫൈൻ ചെയ്ത് -1 ആണ്. ഇനി C3 എന്ന് പറയുന്ന സമയത്ത് അഗെയിൻ ഈവൻ പെർമിറ്റേഷൻസ് ആണ് അല്ലെ, കാരണം 1, 2, 3, 1, 3, 2 അങ്ങനെയൊക്കെയായിരുന്നു ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഓഡ് ഈവൻ പെർമിറ്റേഷൻ ആയതുകൊണ്ട് തന്നെ C3യിലെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. നമ്മൾ അടുത്ത് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് φ(x) ആയിട്ടാണ്. Ψ3 of x എന്ന് പറയുന്നത് φ(x), where φ(x) is the character of two-dimensional representation d(x) of S3. നമ്മൾ S3നെ 2-dimensional ആയിട്ട് കാണുകയാണെങ്കിൽ അതിന്റെ ക്യാരക്ടർ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1, 2 ആണ് കിട്ടുന്നത്, പിന്നെ 0, പിന്നെ -1. ഇതാണ് S3ന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡിഗ്രീന്റെ സം f1² + f2² + f3² = 1² + 2² + 3². ഇതെന്ന് പറയുന്നത് 6 ആയിരുന്നു. 6 എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പിന്റെ ഓർഡർ തന്നെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്യാരക്ടർ ടേബിൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് ആണ്. പിന്നെ നമുക്ക് ഇനിയും കുറെ എക്സാമ്പിൾസ് സോൾവ് ചെയ്യാനായിട്ടുണ്ട്. ഫൈനൈറ്റ് അബിലിയൻ ഗ്രൂപ്പ്സ് വരുമ്പോൾ എങ്ങനെയായിരിക്കും ക്യാരക്ടർ ടേബിൾ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ Z3ന്റെ ക്യാരക്ടർ ടേബിൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുക, പ്ലെയിൻ ഫോർ ഗ്രൂപ്പിനെ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.